അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖമായി പോണു. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ വൈകുന്നേരത്ത് ഉസ്താദ്മാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കരി തീമട്ടിന്നു. അങ്ങനെ ചോറ് വാർക്കാൻ വെച്ചതിൻ്റെ ശേഷം ചീനമുളകും വേപ്പിൻ്റെലൊക്കെയാണ് പൊട്ടിച്ച് റെഡിയാക്കട്ടെ. എന്താ വെച്ചാൽ നമുക്ക് കുമ്പളങ്ങ കറി വെക്കുമ്പോൾ മോരൊഴിച്ചിട്ട് വെക്കുമ്പോൾ നമ്മൾ ചീനമുളക് നല്ല അരച്ച് കൂട്ടിട്ടുണ്ടെങ്കിൽ മോരുകറി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അതൊക്കെ കണ്ട് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ. പിന്നെ ഈ ശാസ്കാരം കഴിഞ്ഞിട്ട് എളുപ്പം ഉപ്പേരി ഉണ്ടാക്കലും മീൻ പൊരിച്ചലൊക്കെ ചെയ്യാണ്. അങ്ങനെ എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇറച്ചിയൊക്കെ കായം കൂട്ടി വെച്ചിരുന്നല്ലോ. ഇന്നലത്തെ കമൻറ്റിൽ കണ്ടിരുന്നു നമുക്ക് സാമ്പാറല്ല നല്ലത്, നമുക്ക് ബീഫ് ഫ്രൈയും കുമ്പളങ്ങ മോരൊഴിച്ച് വെക്കുമായിരുന്നു നല്ലത്. അപ്പം ഉച്ചക്കും രാത്രിക്കും നമുക്ക് ഒരേ കറി കൊടുക്കണ ഒരു മോശമല്ല. അപ്പം ഞാൻ ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കി, രാത്രിയിൽ മോരൊഴിച്ചങ്ങാണ്ട് നല്ല അടിപൊളി കുമ്പളങ്ങ കറി ഉണ്ടാക്കണം വെച്ചിട്ടാണ്. അങ്ങനെ ഇതാ കുമ്പളങ്ങയൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുമ്പളങ്ങ അടുപ്പത്ത് വെക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഈ കറി. പിന്നെ അതുമല്ല ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം 3 ദിവസമൊക്കെ വെക്കണിടത്തോളം നമ്മളെ കുമ്പളങ്ങ കറിയുടെ ടേസ്റ്റ് കൂടുകട്ടോ ചെയ്യുക. അങ്ങനെ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ കുരുവൊക്കെ നല്ല കളഞ്ഞ്, ചെറിയ കുമ്പളങ്ങയാണെങ്കിൽ കുരുവൊക്കെ കളഞ്ഞ് ലേശം മഞ്ഞപ്പൊടിയും ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, മോരൊഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് ഒന്നാണ് വെക്കുകയാണ് കേട്ടോ. നല്ല നാടൻ മോരൊന്നുമല്ല, നമ്മൾ ഈ കുപ്പി മോര് വാങ്ങിക്കണ്ട. നാടൻ മോരൊന്നും കിട്ടൂല, എപ്പോഴേലും അങ്ങോട്ട് കിട്ടും, എന്നാൽ ചിലക്കൊന്നും കിട്ടൂല. ആവശ്യ നേരത്ത് നമുക്ക് കിട്ടൂലല്ലോ. അങ്ങനെ കുക്കർ ഇനി അടുപ്പത്ത് വെക്കട്ടെ. അത് വേവുമ്പത്തിന് നമുക്ക് ബാക്കിയുള്ള പണി ഇങ്ങനെ ചെയ്യാലോ. അങ്ങനെ കുമ്പളങ്ങ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ഇനി ബീൻസൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, അത് കഴുകാൻ വേണ്ടിങ്ങാണ്ട് വെള്ളത്തിൽ ഇടണം. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ തേങ്ങ ഒന്ന് അരക്കട്ടെ. അപ്പം നമ്മൾ കുമ്പളങ്ങ കറി വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ചീനമുളക് കൂട്ടിയൊക്കെ കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ലേശം ചെറിയുള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരകമാണ് കേട്ടോ നമ്മളിങ്ങനെ കറി വെക്കുമ്പോൾ കൂട്ടേണ്ടത്. പിന്നെ വെളുത്തുള്ളി തോനെ ഇടാൻ പറ്റൂല, 2 3 പോണ ഇട്ട് കൊടുക്കുക, ചെറുതാണെങ്കിൽ 4-5 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ 3-4 വെളുത്തുള്ളി പോണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇല്ലാഞ്ഞിട്ടല്ല, വല്ലാതെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിൻ്റെ കുത്ത് ഇങ്ങനെ ഇതാവും. അങ്ങനെ ഞാൻ മോരൊഴിച്ചിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത്, നല്ല നൈസാക്കി കണ്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ബീൻസൊക്കെ തലേന്നാ തന്നെ നുറുക്കിയിട്ടിരുന്നു. അപ്പോൾ പച്ചക്കറി പാത്രത്തിൽ 2-3 പച്ചക്കറി അവിടെ ഇരിക്കുന്നുണ്ട് ഉപ്പേരി. അപ്പം ഞാൻ അത് അവിടെ കടന്ന് അങ്ങനെ ഉണങ്ങും. അപ്പം ഞാൻ ബീൻസ് ഉപ്പേരി വെക്കണേക്കാണ് നുറുക്കിയിട്ടാൽ അതിൻ്റെ ഒപ്പം അതാണ് അങ്ങോട്ട് ചിലവാവും. നമ്മൾ പച്ചക്കറിയൊക്കെ നല്ലപോലെ തട്ടിക്കൊട്ടി നേരാക്കി എന്താ വെച്ചാൽ അസർബാങ്ക് കൊടുത്തിട്ടാണ് കേട്ടോ, എല്ലാതും ഒപ്പം അങ്ങോട്ട് ശരിയാക്കാനൊന്നും കഴിയൂല. അങ്ങനെ ഞാൻ അതവിടെ അരിഞ്ഞ് വെച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഉപ്പേരി തൂമിച്ചല്ലേ ഉള്ളിയും പച്ചമുളകൊക്കെ നുറുക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പത്തിന് നമ്മൾ കുക്കർ 2-3 വിസിൽ അടിച്ചിട്ടുണ്ട്. എയറൊക്കെ പോയിട്ട് നോക്കുക, കുമ്പളങ്ങ നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് ഒരതി ഉടച്ചിട്ട് അതിലത്തെ പച്ചമുളക് എടുത്തിടുകയാണ് കേട്ടോ. ഇനി പച്ചമുളകിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ മോരൊഴിച്ച കറിയിൽ പച്ചമുളകൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താലും അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചീനമുളക് തേങ്ങയിൽ അരച്ചുക്കണമല്ലോ, ആ എരിയാണ് നല്ലത്. പിന്നെ അതുമല്ല നമ്മൾ ഇടക്കും തലക്കും ഈ പച്ചമുളക് കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറിനോട് മട്ടിക്കും. അങ്ങനെ തേങ്ങയൊക്കെ പാർന്ന് കൊടുത്തിട്ടുണ്ട്. പുളിയൊക്കെ നല്ല പാകത്തിനാണ്. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തിളക്കാൻ പറ്റില്ല, ചെറിയൊരു തള വരാനേ പറ്റുള്ളൂ. നമ്മൾ മോരൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ നല്ല ഇങ്ങോട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടൂല. പിന്നെ ചീനമുളകൊക്കെ അരച്ച് കൂട്ടിയതല്ലേ, അങ്ങനെ അത് മാങ്ങി വെച്ചു. ഇനി നമുക്കതൊന്ന് കടു പൊട്ടിച്ചുമ്പോൾ ഒരു 2 ഉണക്കമുളക് കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുളകൊക്കെ ഞാൻ പെരയിൽ പിന്നെ സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് അതൊക്കെ വീഡിയോ കോൾ പറയുമ്പോൾ മറക്കണതാണ്. പിന്നെ അതുമല്ല ഇടക്കും തലക്കൊക്കെ നമുക്കൊരു ചമ്മന്തി ഇറക്കണ പരിപാടി ഉണ്ട്. അങ്ങനെ മോരൊഴിച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി കഷ്ണമീൻ പൊരിച്ചതാണ്. അപ്പം ഞാൻ പപ്പടം പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നു ചട്ടിയിൽ, അതൊന്നും ഒഴിച്ചിരുന്നില്ല കേട്ടോ. ഉച്ചക്ക് പപ്പടം പൊരിച്ചതായിരുന്നു. അപ്പം നമുക്ക് ഇതിന് ഇനി ലേശം എണ്ണ ഒഴിവാക്കിയിട്ട് ആ കക്കൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ആ ചട്ടിക്ക് തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ആ എണ്ണയും ലേശം പാർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീൻസ് കളറ് മാറും. നമുക്കൊക്കെ ആണെങ്കിൽ ഞാൻ കക്കൊന്നും ഒഴിവാക്കൂല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം പൊരിച്ച എണ്ണയിൽ ഉപ്പേരിയൊക്കെ തൂമിച്ചെടുക്കുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ ബീൻസൊക്കെ ഒന്നും ഇങ്ങോട്ട് മൂടി വെക്കട്ടെ. എന്നിട്ട് മീൻ കായം കൂട്ടി ഉച്ചക്ക് തന്നെ വെച്ചതായിരുന്നു കേട്ടോ, കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് കൂട്ടി വെച്ചതാണ്. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കണം. അപ്പം ഞാൻ പുതിയ എണ്ണ എടുത്തിക്കാണ് കേട്ടോ പപ്പടം പൊരിച്ചാൻ.
ഞാൻ മറ്റേല് എണ്ണ മാറ്റി പേരിക്ക് വെച്ചില്ല. അപ്പം നേരം കുറച്ച് വൈകിയിട്ടുണ്ട്. നമുക്കൊരു പേടിയാണല്ലോ കൃത്യസമയത്ത് ആവൂല വെച്ചിട്ട്. പിന്നെ അതുമല്ല ഉസ്താമാര് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാട്ടും ഇതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇറച്ചിയാണ് ടപ്പ് പൊരിച്ചിട്ട് ചിക്കൻ ഞാൻ 2 കഷ്ണം അവിടെ വെച്ച് പപ്പടമൊക്കെ പൊരിച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട്. അത് കവർക്ക് എടുക്കട്ടോ, കാരണം കുറച്ച് തോനെ തന്നെ പൊരിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് പണിയൊക്കെ കുറവേക്കാരം. അതിൻ്റെ ശേഷം എണ്ണയൊക്കെ ഒന്ന് ചേഞ്ച് ഇതങ്ങാണ്ട് ഞാൻ മീൻ ഇതാ പൊരിച്ചാൻ വെച്ചിട്ടുണ്ട്. മീൻ പിന്നെ ഉച്ചക്ക് തന്നെ നമ്മൾ കായം കൂട്ടി വെച്ചതായിരുന്നു. അങ്ങനെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഇറച്ചിയായിട്ടും മീൻ പൊരിച്ചതായിട്ടും. അപ്പോൾ ഇറച്ചി വേണ്ട ഉസ്താമാർക്ക് അങ്ങനെ തിന്നാൻ 2 എണ്ണം ആക്കി കാണ്ടുണ്ട്. ഇനി നമ്മളിത് പാത്രത്തിലാക്കല്ലോ ഒരുക്കാണ്. അപ്പോൾ ഒക്കെ ഞാൻ മേലത്തെ വടുക്കണേക്ക് കൊടുന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതാ ചോറ്റും പാത്രം കൊടുന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇത് കൊടുത്തയച്ചിട്ട് വടുക്കണിയൊക്കെ നല്ലപോലെ നേരാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് പണി തന്നെയായിരുന്നു. നാളെ ഏതായാലും റെസ്റ്റ് അല്ലേ, കാരണം സാമ്പാർ ബാക്കി ഉണ്ടാവും, മോരുകറി ലേസം ഉണ്ടാവും, പിന്നെ എല്ലാതും ഉണ്ടാവും. അപ്പം നാളെ നമ്മൾ തട്ടിക്കൂട്ടിയാണ് കഴിച്ചിട്ടൊരു ദിവസമാണ്. അങ്ങനെ ഓരോന്നിങ്ങനെ പാത്രത്തിലാക്കി കൊണ്ടുവരികയാണ് കേട്ടോ. പിന്നെ കറി ഒന്ന് തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ മുരിങ്ങൻ്റെ ഇല എന്തെങ്കിലും താളിച്ചണം എന്നൊക്കെ കരുതിയിരുന്നു. അപ്പം മുരിങ്ങൻ്റെ ഇല താളിപ്പൊന്നും നടന്നിട്ടില്ല. പിന്നെ ബാബു ഇവിടെ ഇല വാട്ടുന്നത് നമുക്ക് മീൻ പൊതിഞ്ഞിട്ട് ചോറ്റിലാക്കാനാണ് കേട്ടോ. പാത്രം തോനില്ലല്ലോ, എല്ലാ പാത്രത്തിലൊക്കെ ആക്കിങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തയക്കാണ്. ചോറിൻ്റെ മേലെ തന്നെ വാഴൻ്റെ ഇല വെച്ചുങ്ങാണ്ട് അതിൻ്റെ മേലെ നമ്മളിതാ മീൻ പൊരിച്ചതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം പാടുണ്ട്, അതിൽ ചിക്കൻ പൊരിച്ചതാക്കാലോ വെച്ചിട്ടാണ്. ഏതാ വേണ്ടത് അതിനനുസരിച്ച് തിന്നാൽ. എന്തായാലും 8:45 എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൊണ്ടേ കൊടുക്കുകയാണ്. ഉച്ചക്ക് ഉസ്താമാര് നമ്മളെ പെരേക്ക് വന്നതല്ലേ, അൽഹംദുലില്ലാ എല്ലാം റാഹത്തായാണ് കഴിഞ്ഞു. പിന്നെ ഇന്നലത്തെ കമൻറ്റിൽ കണ്ടിരുന്നു ഇങ്ങനെ പണി ഉണ്ടാവുമ്പോൾ ഉമ്മാനെ വിളിച്ചൂടേന്ന്. ഉമ്മാക്ക് തന്നെ വെയ്യട്ടെന്ന് നമ്മൾ ഒറ്റക്കാവുകയാണ് നല്ലത്. കുറച്ച് ഇടങ്ങറായാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാലേ ഇമ്മ വന്ന അമ്മ പണിയെടുക്കാൻ ഇങ്ങനെ വരികയാണ്ടാവുമ്പോൾ ഉമ്മാക്ക് വയ്യാതായാവും കാണണ്ട. നമ്മളൊറ്റയ്ക്ക് തന്നെ കുറച്ച് നേരത്തെ നീക്കന്ന് ഇരിക്കാനൊന്നും റെസ്റ്റ് കിട്ടിയിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ ഒക്കെ നല്ലപോലെ കൊടുക്കാനൊക്കെ പറ്റിയപ്പോൾ സന്തോഷമായി. അങ്ങനെ ഞാൻ പപ്പടം കവറിലാക്കിയിട്ടാണ് ബാബും ശാലുത പോണു. അങ്ങനെ ഇനി ഒരുപാട് പണിയുണ്ട് കേട്ടോ. നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് നേരാക്കി സെറ്റാക്കിയിട്ട് വേണം കിടക്കാൻ. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ വലിച്ചുങ്ങാണ്ട് ഇട്ടുങ്ങാണ്ട് അങ്ങനെ കടന്ന ഉറക്കം വരൂല. മനുഷ്യന്മാരെ കാര്യമല്ലേ. അങ്ങനെ വീതനൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട് കേട്ടോ. നാളെ ഇനി നമുക്ക് കയ്യും കാലൊക്കെ നീട്ടി നല്ലപോലെ റെസ്റ്റ് എടുക്കുക. ചോറ് മാത്രം വെക്കുക, ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കുക, ബാക്കിയൊക്കെ നമ്മൾ ഈ ഇതിൽ ഉണ്ടാക്കിയതിൽ ഇഷ്ടംപോലെ ബാക്കി ഉണ്ടാവും. പിന്നെ രാത്രിക്കൊക്കെ ചിലപ്പോൾ മീൻ പൊരിച്ചേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഭയങ്കര ക്ഷീണമാണല്ലോ. അപ്പം ഞാനൊരു ഗ്ലാസ് ഫ്രഷ് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗ്ലാസ് ഫ്രഷാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെയാണ് പോയിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവരും കമൻറ്റ് എഴുതിയിട്ട് റിപ്ലൈ തരാൻ വൈകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇവിടുത്തെ അപ്പം അങ്ങോട്ട് പോകാനും ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റിപ്ലൈ തരാനൊക്കെ വൈകുന്നുണ്ട്. മക്കളെ എത്തിയ ഫോണ്. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യാം കേട്ടോ, ഉപ്പാടെ അസുഖം പെട്ടെന്ന് മാറാൻ. അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട. എല്ലാവരോടും അസ്സലാമു അലൈക്കും.